ഏട്ടാ ഇതില് ഏട്ടാ ഒന്ന് സൂക്ഷിച്ചു കേറ്. എത്ര നാളിങ്ങനെ ലിഫ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്? അത് ശരിയാക്കുന്നു പറഞ്ഞിട്ട് ഒരാഴ്ചയായിട്ട് വെയിറ്റ് ചെയ്യല്ലേ? ഈ അസോസിയേഷനുള്ള ആൾക്കാർ ഇതെപ്പോ ശരിയാക്കുന്നു മനസ്സിലാവുന്നില്ല. എന്തു പറയാനാ, ഇതൊക്കെ നമ്മുടെ തലയിലെടുത്താ. ഒരു കൈ കൊണ്ട് ഡോർ ഓപ്പൺ ചെയ്തോ? കേറി വാ. ഒരു മിനിറ്റ്. ശരി. ആ ഏട്ടാ അവിടെ ഇരിക്ക്. കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്തോണ്ട് പോവാ. ആ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ എന്റെ ദൈവമേ, അയ്യോ ദൈവമേ, അയ്യോ ദൈവമേ, അയ്യോ എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? അയ്യോ അയ്യോ ഏട്ടാ എന്താ പറ്റിയേ? അയ്യോ ദൈവമേ, എന്താ ഏട്ടാ കാര്യം? ഒന്ന് പറ, എനിക്ക് വല്ലത് പേടിയാവുന്നു. എനിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താ കാര്യം വെച്ചാ ഒന്ന് പറ. അയ്യോ എന്റെ കണ്ണു പോയേ, ഇനി എനിക്ക് വീണ്ടും കാഴ്ച കിട്ടുമോന്നറിയില്ല. ഇനി എനിക്ക് ഈ ലോകത്തിലെ കാഴ്ചകൾ കാണാൻ പറ്റുമോന്നറിയില്ലേ. ഏട്ടാ നിങ്ങൾ ഇങ്ങനെ കരയുന്നതൊന്ന് നിർത്ത്. ഇന്ന് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞതല്ലേ, കുറച്ച് ദിവസം ട്രീറ്റ്മെന്റ് തെറ്റിക്കാണ്ട് ചെയ്തോണ്ടിരുന്ന ഉറപ്പായും കാഴ്ച തിരിച്ചു കിട്ടും. നിങ്ങൾ വിഷമിക്കാതിരിക്കുക കേട്ടോ. ഇല്ല ഇല്ല, എനിക്കിനി വീണ്ടും കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? ഡോക്ടർ എത്ര കോൺഫിഡന്റ് ആയിട്ട് കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് ആ വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? ഇത് ശരിയാവുന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ആദ്യം വേണം. ഉറപ്പായി നിങ്ങളുടെ കാഴ്ച തിരിച്ചു കിട്ടും, മനസ്സിലായോ? ഇതാ നിങ്ങൾ വെള്ളം ചോദിച്ചില്ലായിരുന്നോ? ആദ്യം ഇത് കുടിക്ക്. നിങ്ങൾ എഴുന്നേറ്റ് വാ. കിടന്നു. നിങ്ങളിങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കാണ്ട് ഉറങ്ങാൻ നോക്ക്. എല്ലാം പെട്ടെന്ന് ശരിയാവും. വിഷമിക്കാതിരിക്കുക കേട്ടോ. ഹലോ ഹലോ, ആരാ? ഞാൻ ആരാന്ന് നീ തന്നെ കണ്ടുപിടിക്കും, നോക്കട്ടെ. ഹലോ, ആരാന്ന് പറഞ്ഞാലല്ലേ അറിയുള്ളൂ. നിങ്ങൾ വീഡിയോ കോളല്ലോ ചെയ്തിരിക്കുന്നത്, ഓഡിയോ കോളല്ലേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ആദ്യം ആരാന്ന് പറഞ്ഞേ. എന്റെ വോയിസ് കേട്ടിട്ട് പോലും നിനക്കൂടെ തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലേ? അപ്പോ നീ എന്നെ മറന്നുപോയല്ലേ? ഹേയ്, നീ കിരണല്ലേ? യെസ്, ഞാൻ കിരൺ തന്നെ. ഞാൻ ഇത്രയും സംസാരിച്ചിട്ട് വേണം നീ എന്റെ വോയിസ് കണ്ടുപിടിക്കാനല്ലേ? എടാ അങ്ങനെയൊന്നും ഇല്ല. നിന്റെ വോയിസ് മുമ്പത്തെ പോലെയല്ല, ഒരുപാട് മാറ്റമുണ്ട്. അതെ, വെറുതെ നോണം പറയല്ലേ, എനിക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് നിനക്ക് എന്റെ വോയിസ് കണ്ടുപിടിക്കാൻ പറ്റാത്തെ. എടാ നീ പറയും പോലെ ഒന്നുമില്ല. നിന്നെ എനിക്ക് അത്ര പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റുമോ? ജീവന് തുല്യം സ്നേഹിച്ച ഒരാളെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? എന്ത് ചെയ്യാനാ, എല്ലാം തലയിലെഴുത്ത്. നമ്മുടെ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും പിരിഞ്ഞത്. അതിരിക്കട്ടെ, നിന്റെ ലൈഫ് എങ്ങനെ പോകുന്നു? എനിക്ക് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
അതൊക്കെ പോട്ടെ, നിന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, ഞാൻ ഇനിയും കല്യാണം കഴിച്ചിട്ടില്ല. അതെയോ? അതെന്താ? അതെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു വേണം മനസ്സിലാവാൻ നിനക്ക്. നീ നിന്റെ ഫോൺ നമ്പർ എന്തുകൊണ്ടാ മാറ്റിയത്? ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് നിന്റെ ഫ്രണ്ട് ഗീതയുടെ അടുത്ത് നമ്പർ വാങ്ങിച്ചത്. അതെ, ഞാനൊരു ജോബിന് വേണ്ടിയിട്ട് കൊച്ചിനിലേക്ക് വരുന്നുണ്ട്. കൊച്ചിന് വന്നതിന് ശേഷം നിന്നെ കാണാമെന്ന് വിചാരിച്ചാണ് കോൾ ചെയ്തത്. അതെയോ? ഉറപ്പായി മീറ്റ് ചെയ്യാലോ. നീ നാട്ടിലേക്ക് വന്നതിന് ശേഷം എന്നെ വിളിക്ക്, മനസ്സിലായോ? ഞാൻ കൊച്ചിന് വന്നതിന് ശേഷം എവിടെ വെച്ചാ മീറ്റ് ചെയ്യാന്ന് ഞാൻ നിന്നെ നാളെ ഫോൺ വിളിച്ച് പറയാം. ഓക്കെ അല്ലേ? എടാ, എന്തിനാ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നേ? നീ വീട്ടിലേക്ക് വാ. വീട്ടിലാവുമ്പോ സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുമല്ലോ. ആണോ? ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നാ അങ്ങനെയൊന്നും വിചാരിക്കില്ലല്ലോ? അങ്ങനെയൊന്നും വിചാരിക്കാൻ പോകുന്നില്ല. അങ്ങനെ മറ്റുള്ള ആണുങ്ങളെ പോലൊന്നുമല്ല, നല്ലൊരു മനുഷ്യനാ. അങ്ങനെയാണോ? എന്നാ ഓക്കെ, ഞാൻ തീർച്ചയായും വന്നേക്കാം. നിനക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നീ വരണേ കേട്ടോ? ഓക്കെ, ബൈ ബൈ. ബൈ. ഹായ്. ഹേ കിരൺ, എന്തൊക്കെയുണ്ട് വാണി? സുഖാണോ? എനിക്ക് സുഖം തന്നെ. നിനക്ക് സുഖമല്ലേ? എനിക്കെന്താ യാതൊരു കുഴപ്പമില്ല. നീ എന്താ പുറത്ത് നിൽക്കുന്ന? അകത്തേക്ക് വാ. അകത്തേക്ക് വാ. ഇവിടെ ഇരിക്ക്. ശരി. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ചായ എടുക്കാം. അതെ, ചായയൊക്കെ പിന്നെടുക്കാം. നീ ആദ്യം ഇരിക്കേ. നിന്നോട് കുറെ കാര്യം സംസാരിക്കണം. അതൊക്കെ സംസാരിക്കാം. ഒരു 5 മിനിറ്റ്, ഞാൻ ചായ എടുത്തോണ്ട് വരാം. എടാ, നീ എന്തിനാ കിച്ചണിലേക്ക് വന്നേ? അവിടെ തന്നെ ഇരുന്നാ പോരെ? ചായ ഉണ്ടാക്കി ഞാൻ അങ്ങോട്ട് കൊണ്ടുവരില്ലേ? ഹേയ്, ഒരു കുഴപ്പമില്ല. ഞാനിവിടെ പുറത്ത് ഒറ്റയ്ക്ക് എത്ര നേരം ഇരിക്കുക, അതുകൊണ്ട് അകത്തേക്ക് വന്നത്. അതിരിക്കട്ടെ, ഇവിടെ എത്ര ദിവസം നിൽക്കാനുള്ള പ്ലാനാ? എനിക്ക് ഇവിടെ ഒരു 2 മാസം ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ തന്നെ ഉണ്ടാവണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോസ്റ്റിംഗ് ഇടുമോ എന്ന് അപ്പോഴേ അറിയൂ. ഓ അതെയല്ലേ. അതെ, എനിക്ക് ഇതെല്ലാത്തിനേക്കാളും നിന്നെ കണ്ടതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അല്ല, നിന്റെ ഹസ്ബൻഡ് എവിടെയാണ്? അങ്ങേര് ബെഡ്റൂമിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങേര് എഴുന്നേക്കാണെങ്കിൽ
ഇനിയും കുറച്ച് സമയമെടുക്കും. ഓ അങ്ങനെയാണല്ലേ. ഉം. ശരി. അല്ല നിന്റെ ഭർത്താവിന് സുഖമാണോ? ഹും. അങ്ങനെ പറയാനും മാത്രം ഒന്നുമില്ല. എന്തു പറ്റി? നിന്റെ സംസാരത്തിൽ എന്തോ ഒരു വിഷമമുണ്ടല്ലോ. 2 മാസം മുമ്പാ ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായേ. ആണോ? അന്ന് വീണ വീഴ്ചയില് കണ്ണിനാണ് പരിക്ക് പറ്റിയത്. അതുകൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു. ഉം. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്യുകയും ചെയ്തു. ഓഹോ. അങ്ങേർക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ കുറച്ചും കൂടെ സമയം എടുക്കുന്നാ പറയുന്നത്. ഓ അങ്ങനെയാണോ? ഇത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നുന്നുണ്ട്. മോശം സമയം എന്നല്ലാതെ എന്ത് പറയാനാ. രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ചായ റെഡിയാവും. ഉം. നീ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്ത? ഹും. നമ്മുടെ വീട്ടിലെ നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചില്ലല്ലോ. അതിനുശേഷം എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ഇൻട്രസ്റ്റേ പോയി. ഇങ്ങനെ ജീവിക്കാന്ന് വിചാരിക്കുന്നു. എടാ, എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ച് സെറ്റിൽ ആകാനുള്ള പണി നോക്ക്. എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് നീ തന്നെ പറഞ്ഞതിന് ശേഷം ഞാൻ തീർച്ചയായും കല്യാണം കഴിക്കാം. ഹും. ശരി ശരി. Cheers. ഹും. ഹേയ്, ഉം. ചായ ശരിക്കും കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതെയോ? അതെ, എക്സലന്റ്. അല്ല, നീ എവിടെയാ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്? എവിടെയാണ് താമസിക്കേണ്ടതെന്ന് ഇനി വേണം ആലോചിക്കാൻ. ഒരുപക്ഷെ നിനക്ക് ഓക്കെ ആണെങ്കിലേ ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം. എടാ, നീ എന്തൊക്കെയാ പറയുന്നേ? അയ്യോ, നീ എങ്ങനെ ഇവിടെ താമസിക്കുന്നത് എന്റെ ഭർത്താവ് അറിഞ്ഞാ എന്നെ അങ്ങനെ വെച്ചേക്കില്ല. നിന്റെ ഹസ്ബൻഡിന് എങ്ങനെ അറിയാ? ആ, അദ്ദേഹത്തിന് 2 കടനും കാച്ചിലെന്ന് നീ പറഞ്ഞതല്ലേ? ആ, അത് ശരിയാണല്ലോ. ഒരുപക്ഷെ അങ്ങേരെങ്ങാനും കണ്ടുപിടിച്ചാ വലിയ പ്രശ്നമാവോടാ. അതെ, നിന്റെ ഹസ്ബൻഡിന് കണ്ണ് ശരിയാകുമ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് പോയേക്കാം. ഉം. അതൊക്കെ ഇരിക്കട്ടെ, അദ്ദേഹത്തിന് എത്ര ദിവസം കൊണ്ട് കണ്ണ് ശരിയാവുന്നാണ് ഡോക്ടർ പറഞ്ഞത്? ആ, എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ശരിയാവാൻ ഒരുപാട് സമയമെടുക്കുമെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. ശരി, അങ്ങനെയാണെങ്കിൽ അതുവരെ ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം. ഓ, അങ്ങനെയാണല്ലേ. ഉം. അതെ. ഉം. വാണി, വാണി. വാണി, വാണി. ആ, പറയേട്ടാ. ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആഹാ, ഹേയ്, പറയല്ലേ. ആരും വന്നിട്ടില്ല ഏട്ടാ. അങ്ങനെയാണോ? അല്ല, നീ ആരോടോ സംസാരിച്ചോണ്ടിരിക്കുന്ന പോലെ ശബ്ദം കേട്ടായിരുന്നു. അതാ. അയ്യോ, അങ്ങനെയൊന്നുമില്ല ഏട്ടാ. TV കാണുന്നത്. ടിവിയുടെ ശബ്ദമായിരിക്കും കേട്ടത്. ആ, ശരി, ഏട്ടനിങ് വന്നവിടെ ഇരിക്കെ. ആ. എൻ്റെ അമ്മ. നീ അവിടെ തന്നെ നിക്ക്. ഓക്കേ.
നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണേ, ഞാൻ ചായ കൊണ്ടുവരാം. ആ ശരി. അയ്യോ എൻ്റെ ദൈവമേ. ആശ്വാസായി. ഏട്ടാ, ദാ ചായ. ആ. ഉം. അതിങ്ങ് തന്നേക്ക്. ശരി, ഏട്ടനിങ് വാ, വന്ന് റെസ്റ്റ് എടുക്ക്. ആ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോ. ഉം. ആ അവിടെ ഇരിക്കെ. കേട്ടുന്നോ? നിങ്ങൾ എവിടെ കിടക്ക്, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, ഞാൻ ചെല്ലട്ടെ. ശരി, പോയിട്ടോ. ആ എടാ, വാ, നിനക്ക് താമസിക്കാനുള്ള മുറി കാണിക്കാം. വാ. ശരി, നീ റെസ്റ്റ് എടുക്ക്. അങ്ങനെ വിട്ടേച്ച് പോവാണല്ലേ? കുറേ ദിവസത്തിന് ശേഷം രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാൻ ചാൻസ് കിട്ടിയതല്ലേ? ഇന്ന് തന്നെ സ്പെഷ്യലായി വല്ലതും ശ്രദ്ധിച്ചൂടെ? നീ എന്താ സ്പെഷ്യലായിട്ട് ചോദിക്കാൻ പോന്നേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഹസ്ബൻഡ് എങ്ങാനും ഇത് കണ്ടാലുണ്ടല്ലോ, നമ്മുടെ രണ്ടുപേരുടെയും കഥ അവസാനിക്കും. നിന്റെ ഭർത്താവിനെ കൊണ്ട് എങ്ങനെയാ കാണാൻ കഴിയാ? അദ്ദേഹത്തിന് കണ്ണ് കാണാൻ പറ്റില്ലല്ലോ. എടാ, കണ്ണ് കാണില്ല എന്ന് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുണ്ടോ? നിന്നെ ഇവിടെ താമസിപ്പിച്ചത് ഓർക്കുമ്പോ എനിക്ക് തന്നെ വല്ലാണ്ട് പേടിയാവുക. ഇനി എങ്ങാനും നീ ഇവിടെ താമസിക്കുന്ന കാര്യം അങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, എല്ലാം അവസാനിക്കും. എന്തിനാ ഈ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ നീ പേടിക്കുന്നേ? ഞാൻ ഇവിടെയുള്ള കാര്യം നീ അല്ലാതെ വേറെ ആരും അറിയില്ലല്ലോ. പേടിക്കണ്ടെന്നേ. വാണി, വാണി. വാണി, വാണി. നിന്റെ ധൈര്യം വാണി. എന്തേലും- വാണി, അയ്യോ, വാണി, 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 നീ എവിടെയാ? വാണി, വാണി. ഇവളിത് എവിടെ പോയിരിക്കുക? എനിക്കെന്തോ പേടിയാവുന്നടാ. ഞാൻ പിന്നെ വന്ന് സംസാരിക്കാം. ശരി ശരി, ചെല്ലേ. ഏട്ടാ, ആ എന്നെ വിളിച്ചായിരുന്നോ? ആ വിളിച്ചായിരുന്നു. നിന്റെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ റൂമിലൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. അത് പിന്നെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകാതിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണോ? അടുത്തുള്ള റൂമിൽ നിന്ന് ആരോ സംസാരിക്കുന്ന പോലെ ശബ്ദം കേട്ടായിരുന്നു. അതാ നീ അവിടെ കാണുമെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ വന്ന് വിളിച്ചത്. അങ്ങനെയൊന്നും ആരും ഇവിടെ ഇല്ലല്ലോ ഏട്ടാ. അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലായിരിക്കും. ശരി ശരി, ഏട്ടൻ കിടക്കാൻ നോക്ക്. ഉം.
വേണ്ടേ? എന്തിനിങ്ങോട്ട് വന്നേ? കഴിക്കാൻ വേണ്ടി വന്നാണ്. എന്ത് പണിയെ കാണിക്കുന്നേ? ഉച്ച വയ്ക്കാതെ മെല്ലെ കഴിച്ചിട്ട് പോയിക്കോളാം. ശ്ശോ. വാണി വെള്ളം എടുത്തോണ്ട് വാ, കൈ കഴുകണം. ഉം. എനിക്ക് മതി. ഉം. ആ മതി. ആ. ആ. ഉം. എടാ, നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ നിനക്ക് ടിഫിൻ അകത്തേക്ക് കൊണ്ടുവരില്ലേ? ഷോ, നീ എങ്ങാനും തുമ്മോന്നും പറഞ്ഞ് പേടിച്ച് നിൽക്കായിരുന്നു ഞാൻ. ഹേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാനതിന് കൺട്രോൾ ചെയ്തില്ലേ. എന്തെന്നെ ആയിക്കോട്ടെ, എനിക്ക് നല്ല പേടിയുണ്ട്. ശരി, ഞാനിന്ന് ഉച്ചയ്ക്ക് ഓഫീസിലോട്ട് പോവാണ്. എന്തു പറ്റി? എനിക്കിന്ന് ട്രെയിനിങ് ഉണ്ട്. ആ, അതെയോ? ശരി. ഇയാളെന്തിനാ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഓഫീസിനാണെങ്കിലോ സമയമായി. ഇവനെ കൊണ്ട് വാ, ഇങ്ങോട്ട് വാ. എന്താടാ? ഇങ്ങോട്ട് വാ, വാ പറയാം. ഇവനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കി. എന്താ? സമയമായി. അയാൾ ഇരിക്കുന്ന കണ്ടില്ലേ? അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? നീ ശബ്ദം ഉണ്ടാക്കാണ്ട് പതുക്കെ നടന്നു പോ. ഹരീശ്വർ, ശരി. ശബ്ദം ഉണ്ടാക്കല്ലേ. സാവധാനം തുറക്ക്. ബൈ ബൈ. ബൈ. വാണി, ദാ വരുന്നു ഏട്ടാ. എന്താ ഏട്ടാ? എനിക്കെന്തോ ആരോ നമ്മുടെ വീട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലൊക്കെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താ ഏട്ടാ ഇത്? ഞാൻ എത്ര തവണ നിങ്ങളോട് പറയാനാ? ഈ വീട്ടില് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. എന്തോ കറുത്ത ഒരു പൊക്കമുള്ള രൂപം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലൊരു ഫീല് തോന്നുന്നു എനിക്ക്. ഇപ്പോഴും ആരോ മുന്നിൽ കൂടി കടന്നു പോയത് പോലാ എനിക്ക് തോന്നിയത്. ദാ നോക്കേട്ടാ, ഏട്ടന്റെ കണ്ണിന് സർജറി ചെയ്തിരിക്കുക. ചിലപ്പോ അതുകൊണ്ടൊക്കെ തോന്നുന്നതായിരിക്കും. നിങ്ങളുടെ കാഴ്ച തിരിച്ചു കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഇതുപോലത്തെ അനക്കങ്ങളൊക്കെ തോന്നുന്നുണ്ടാവും. ആവശ്യമില്ലാണ്ട് നിങ്ങളിങ്ങനെ കൺഫ്യൂസ് ആവല്ലേ. വേണ്ടാത്തതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാണ്ട് സമാധാനമായിട്ടിരിക്കുക. സർജറി ചെയ്ത എല്ലാവർക്കും ഇങ്ങനെ തോന്നുന്നത് സാധാരണ കാര്യ. ഇത്രയും നാളെ നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും. ഓ, അത് ശരിയായിരിക്കും. ശരി ശരി. ഏട്ടാ, ഇന്ന് ഡോക്ടർ ചെക്കപ്പ് ഉണ്ടല്ലോ. ലേറ്റായി, വേഗം വാ. ശരി.
പോകാം. ഉം. സൂക്ഷിച്ചു വാ. പതുക്കെ ഇറങ്ങ്. ശരി, നമുക്കെന്നാ കെട്ടയക്കാട്ടോ. ഉം. ഞാൻ പറയുമ്പോൾ കണ്ണ് മെല്ലെ തുറക്കണേ. കൂടുതൽ സ്ട്രെയിൻ ചെയ്യണ്ട. ഓക്കെ അല്ലേ? കണ്ണ് മെല്ലെ തുറക്കും. ആ, വെരി ഗുഡ്. ഇപ്പോൾ നല്ലോണം കാണാൻ പറ്റുന്നുണ്ടോ? ആ, നന്നായിട്ട് കാണുന്നുണ്ട് ഡോക്ടർ. നേരത്തെക്കാളും വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ശരി, ഇത് എത്രയാണെന്ന് പറയും നോക്കട്ടെ. ആ, 3 ഡോക്ടർ. ഇതോ? 2 ഡോക്ടർ. ഇത് 5 ഡോക്ടർ. സൂപ്പർ. ശരി, ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ പറയുന്ന ഐ ഡ്രോപ്പ് ഇടണം. ആ, ശരി ഡോക്ടർ. എല്ലാം ശരിയായിരിക്കും. ഓക്കെ അല്ലേ? ആ, ഡോക്ടർ. ആ, പറഞ്ഞോളൂ. ഡോക്ടർ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഹെൽപ്പോ? ഞാനെന്ത് ഹെൽപ്പാ ചെയ്യേണ്ടത്? മനസ്സിലായില്ല. എനിക്ക് കാഴ്ച കിട്ടിയ കാര്യം എൻ്റെ ഭാര്യയോട് പറയരുത്. എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ എൻ്റെ വൈഫിന് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഡോക്ടർ. എനിക്ക് കാഴ്ച കിട്ടിയ കാര്യം അവൾ അറിഞ്ഞാൽ ആ സർപ്രൈസ് പൊളിഞ്ഞു പോകും. ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാൻ പറയില്ല. ഓക്കെ അല്ലേ? വളരെ നന്ദിയുണ്ട് ഡോക്ടർ. നോ പ്രോബ്ലം. ടേക്ക് കെയർ. ഏട്ടാ, ആ, ഡോക്ടറോട് ഞാൻ എന്തായെന്ന് ചോദിച്ചപ്പോ എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞേ. ഡോക്ടർ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇനി ഒരു 2 ആഴ്ചത്തേക്ക് ഈ ഐ ഡ്രോപ്സ് തന്നെ ഒഴിക്കാൻ പറഞ്ഞു. ഓ, അതിനുശേഷം കുറേശ്ശെ ആയിട്ട് കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞേ. ഓ ആണല്ലേ? കാഴ്ച തിരിച്ചിട്ട് ഇനി 2 ആഴ്ച ആവുമല്ലേ? ആ, അതെ. ഉം. ഇവിടെ ഇരിക്ക്. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ചായ ആ, എടുത്തോണ്ട് വരാം. ശരി. ഏട്ടാ, ഉം, ഇതാ ഈ ചായ കുടിക്ക്. ഉം. എടാ എടാ, എഴുന്നേക്ക്. ഉം. ഉം. ദാ ചായ കുടിക്ക്. ചായയാണല്ലേ? ഉം. അതെ, എന്തു പറ്റി? നീ നിന്റെ ഹസ്ബൻഡും ഹോസ്പിറ്റലിലോട്ട് പോയിരുന്നല്ലേ? റെഗുലർ ചെക്കപ്പിന് വേണ്ടി 2 പേരും പോയിരുന്നതാ. ശരി, ഡോക്ടർ എന്താ പറഞ്ഞേ? കണ്ണിൽ കെട്ടിവെച്ചിരുന്ന തുണിയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. 2 ആഴ്ചയും കൂടെ ഐ ഡ്രോപ്സ് റെഗുലർ ആയിട്ട് ഒഴിച്ചുകൊണ്ടിരുന്ന കാഴ്ച തിരിച്ചു കിട്ടുമെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 2 ആഴ്ച മുമ്പ് തന്നെ ഞാൻ ഇവിടുന്ന് പോകണം, അങ്ങനെയല്ലേ? അതേടാ, നിനക്കിനി 2 ആഴ്ചയെ സമയമുള്ളൂ. അപ്പോഴേക്ക് നീ ഇവിടുന്ന് പോകേണ്ടി വരും. ശരി ശരി. ഉം. ഉം. ഹാ. ഉം.
ചെല്ല്. ഇത്തിരി ഇങ്ങോട്ട് വന്ന് ഇയാള് കഴിച്ചോണ്ടിരിക്കല്ലേ. നല്ല വിഷമമാണ്. കഴിച്ചിട്ട് പോകാം. എന്തിനാ? അതൊക്കെ നോക്കുന്നേ. കഴിയണം. ആരാ ഇവൻ? ഇവൻ ഈ വീട്ടിലുണ്ടെന്ന് ഇവള് പറഞ്ഞതേ ഇല്ലല്ലോ. ഒരു പക്ഷേ ഇവൻ ഇവളുടെ ബന്ധുക്കാരൻ വല്ലതും ആയിരിക്കോ? ഇവൻ എപ്പോഴാണ് വന്നത്? ഇന്ന് വന്നതായിരിക്കോ? അതോ ഒരുപാട് നാളായിട്ട് ഇവിടെ തന്നെ ആയിരുന്നു? ശരി, എന്താ നടക്കുന്നു നോക്കാം. ഓഹോ, അപ്പൊ ഈ വീട്ടിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന ഇവനായിരുന്നു അല്ലേ? വായി വെച്ച് കൊടുക്കുന്ന അത്രയും രീതി ക്ലോസ് ആണല്ലേ? സംതിങ് റോങ്. എന്താ നടക്കുന്നതെന്ന് നോക്കാം. വീട്ടിലാരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരും വന്നില്ലെന്ന് ഇവളെന്തിനാ കള്ളം പറഞ്ഞേ? ബന്ധക്കാരനായിരുന്നെങ്കിൽ എന്നോട് ഒളിച്ചേക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്കെന്തോ ഇവരുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ശരിയല്ലെന്ന് തോന്നുന്നേ. ഇപ്പോൾ ധൃതി പിടിച്ചൊന്നും ചെയ്യാൻ പാടില്ല. ഇവരെ കൈയോടുകൂടി തന്നെ പിടിക്കണം. എനിക്ക് കണ്ണ് കാണാത്തോണ്ട് ധൈര്യപൂർവ്വം ഇവനെ വീട്ടിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഇവള്. എൻ്റെ അടുത്തിരുന്ന് കഴിക്കാൻ മാത്രമുള്ള ധൈര്യം ഉണ്ടായി. നടക്കട്ടെ നടക്കട്ടെ, നിങ്ങളെ രണ്ടിനും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഡോക്ടറിൻ്റെ അടുത്ത് എൻ്റെ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കണം, എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയെന്നുള്ള കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞത് എന്തായാലും നന്നായി. ഒരുപക്ഷെ എനിക്ക് കാഴ്ച കിട്ടിയെന്ന് ഡോക്ടർ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ എൻ്റെ ഭാര്യ ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേനെ. ഞാൻ ഒരിക്കലും ഇത് അറിയുകയില്ലായിരുന്നു. ഛേ, ഇവളെ ഞാൻ എന്തുമാത്രം വിശ്വസിച്ചതാ. ഇവളിങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ മനസ്സിൽ വരുന്ന ഈ ദേഷ്യത്തിന് ഇവർ രണ്ടു പേരെയും വാരിക്കൊടുക്കുന്നു. എന്തുപറ്റി? എന്തിനാ വച്ചേ? ഒന്നുമില്ല ഏട്ടാ, ഞാൻ വെറുതെ. ഒന്നുമില്ലേ? ശരി. ഏട്ടാ, ഇതാ പാല് കുടിക്ക്. അതിങ്ങതാ, നിങ്ങൾ കിടന്നോ. ഇതാ പാല് കുടിക്ക്.
നീ പാല് കുടിച്ചോ? ആ ഞാൻ എപ്പോഴേ കുടിച്ചതാ. ഉം. അങ്ങനെയാണെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ ഞാൻ ഇവിടുന്ന് പോകണമല്ലേ? ആ അതേടാ. ശരി, ഞാനിവിടെ താമസിക്കുന്ന 2 ആഴ്ചയും ഫുള്ളായിട്ട് എൻജോയ് ചെയ്താലോ? ശരിയടാ. പഠിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ആത്മാർത്ഥമായി പ്രണയിച്ചതല്ലേ? പക്ഷെ നമ്മുടെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് രണ്ടുപേരും പിരിയേണ്ടി വന്നു. ഒരുപക്ഷെ നമ്മുടെ വീട്ടുകാർ നമ്മുടെ കല്യാണത്തിന് എതിര് നിൽക്കാതെ അന്ന് തന്നെ സമ്മതിച്ചിരുന്നെങ്കിൽ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിച്ചേനെ. അതൊക്കെ വിടടാ. നീ ഒന്ന് പെട്ടെന്നൊരു കല്യാണം കഴിക്ക്, അല്ലെങ്കിൽ നിനക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ശരി, എനിക്ക് ഇപ്പോൾ കല്യാണം കഴിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കൊച്ചിനിലേക്ക് എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ ഞാൻ നിന്നെ മീറ്റ് ചെയ്തേക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. ഈ 2 ആഴ്ചത്തേക്ക് മാത്രം നമുക്ക് ഒന്നിച്ച് സന്തോഷമായിട്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റ് ചെയ്യൊന്നും വേണ്ട. എന്താന്ന് വെച്ചാ അങ്ങേരുടെ കാഴ്ച തിരിച്ചു കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കിനി മീറ്റ് ചെയ്യാനേ പറ്റില്ല. ഞാൻ എങ്ങോട്ട് പോയാലും എൻ്റെ ഭർത്താവ് എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. പിന്നത് വലിയൊരു പ്രശ്നമാവും. അതുകൊണ്ടാ പറഞ്ഞ് ഈ 2 ആഴ്ച മാത്രം നമുക്കൊന്നിച്ച് സന്തോഷമായിട്ടിരിക്കാം. ഓക്കെ അല്ലേ? ശരി, എനിക്കത് മതി. കൂടുതൽ ആഗ്രഹിച്ചാലേ പ്രശ്നമാവുകയുള്ളൂ. ശരി, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലും. വാണി, 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 എന്താ ഈ റൂമിൽ നിന്ന് എപ്പോഴും ശബ്ദം കേട്ടോണ്ടിരിക്കുന്നത്? നീ ഇവിടെയാണോ ഉള്ളത്? വാണി, ആ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിട്ടാ. നീ ഇവിടെ എന്ത് ചെയ്യുക? എനിക്ക് മുറിയിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ വന്നേ. അതിന് ഇത്ര നേരം എടുക്കണോ? ഞാൻ അവിടെ ഉറങ്ങാൻ പോയിട്ട് അരമണിക്കൂറോളം സമയമായി. അതിന് മാത്രം നീ ഇവിടെ എന്തോ ഈ തപ്പുന്നത്? അല്ല ഏട്ടാ, ഞാൻ ഇപ്പഴാ ഈ മുറിയിലേക്ക് വന്നത് തന്നെ. അതൊക്കെ പോട്ടെ, ഈ റൂമിൽ നിന്ന് നീ ആരോടെ സംസാരിക്കുന്ന പോലെ ശബ്ദം ഞാൻ കേട്ടല്ലോ. അല്ല ഏട്ടാ, നിങ്ങള് TV ഓടുന്ന ശബ്ദം കേട്ട് ചിലപ്പോ കൺഫ്യൂസ് ആയി പോയതായിരിക്കും. അല്ലല്ല, ഈ റൂമിൽ നിന്ന് ആരോ സംസാരിക്കുന്ന പോലത്തെ ശബ്ദമാണ് ഞാൻ കേട്ടത്. അയ്യോ, എന്താടാ ഇത്? എന്ത് ചെയ്യാനാ? ഇവിടെ ഏതോ ആണുങ്ങൾ സംസാരിക്കുന്ന പോലത്തെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരെങ്കിലും ഈ റൂമിലുണ്ടോ വാണി? അങ്ങനെ ആരുമില്ല ഏട്ടാ, ഏട്ടന് വെറുതെ തോന്നുന്നതാ. അല്ലല്ല, ഞാൻ ഈ റൂമിൽ നിന്ന് ആരോ സംസാരിക്കുന്ന പോലെ ശബ്ദം കേട്ടത് തന്നെയാ. ഇവിടുന്ന് തന്നെ ആരോ സംസാരിക്കുന്ന ശബ്ദമാണ് ഞാൻ കേട്ടത്. അല്ല വാണി, നീ എവിടെ ഇരിക്കുന്നത്? ഞാൻ ഈ ഭാഗത്താ ഉള്ളതേട്ടാ. നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ തൊട്ട് എന്തോ പറ്റിയെന്ന് തോന്നുന്നു. ആവശ്യമില്ലാതെ നിങ്ങൾ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുകയാണ്. നിങ്ങൾ അപ്പുറത്തേക്ക് കൂടെ ഒന്ന് വരുമോ? ഞാൻ നിങ്ങളെ ബെഡ്റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി കിടത്തിയേക്കാം, എല്ലാം ശരിയാവും. അല്ല വാണി, ഈ റൂമിൽ നിന്ന് തന്നെ ശബ്ദം കേട്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അല്ല, ആ ശബ്ദം എവിടുന്ന് വരുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. വാണി, 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 നീ ടീഷർട്ടാണോ ഇട്ടിരിക്കുന്നത്? അല്ലല്ലോ ഏട്ടാ. അല്ലേ? ഇതെന്താ ശബ്ദം അവിടുന്ന് വരുന്നത്? നീ ഇവിടെയല്ലേ ഇരിക്കുന്നത്? ആരാടാ നീ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ. പോടോ, പോ. പുറത്തോടാ. പോരാല്ലോ പറഞ്ഞത്. ഇത് എത്ര നാളായി തുടങ്ങിട്ടെ? എനിക്ക് കാഴ്ച തിരിച്ചിട്ടി ഓർത്ത് ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. എന്താ ഏട്ടാ, ഏട്ടന് കാഴ്ച തിരിച്ചു കിട്ടിയോ? നേരത്തെക്കാളും നന്നായിട്ട് കാണാവടി. കാഴ്ച തിരിച്ചു കിട്ടുമ്പോ ഈ തോന്നിയാസൊക്കെ കാണണം നിന്റെ തലയിൽ എഴുതി വെച്ചിടും തോന്നും. എനിക്ക് കണ്ണു കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് നീ വൃത്തിയോട് കാണിക്കായിരുന്നല്ലേ? മറുപടി പറയടി. ഇവനെ നീ ഈ വീട്ടിൽ എത്ര നാളെ താമസിപ്പിക്കുന്നു? അയ്യോ ഏട്ടാ, എന്നോട് ക്ഷമിക്കണം. അറിയണ്ട, ഞങ്ങള് രണ്ടുപേരും തെറ്റ് ചെയ്തു പോയി. അപ്പോ നീ എനിക്ക് കണ്ണു കാണാൻ പറ്റാത്ത അവസരം മുതലെടുത്ത് ഇവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇവനോട് തോന്നിയാസം കാണിച്ചുകൊണ്ടിരിക്കായിരുന്നല്ലേ? ഒരു വീട്ടില് നിനക്ക് 2 പുറത്തേക്ക് വേണമല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ല ഏട്ടാ.
അറിയാണ്ട് ഒരു തെറ്റ് പറ്റിപ്പോയി. ദയവേത് ഇതിനെന്നെ ശിക്ഷിക്കരുത്. എന്റെ അറിവില്ലായ്മ കൊണ്ടിങ്ങനെ ചെയ്തു പോയി. എന്നോട് ക്ഷമിക്ക്. ഞാൻ നിങ്ങളോട് കാണിച്ചത് വലിയൊരു ക്രൂരതയാ. എന്നോട് ക്ഷമിക്കണം. ദയവേത് എന്നെ ഒഴിവാക്കരുത്. സോറി സാർ, ദയവേത് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ ഭാഗത്തോടെ തന്നെ വരില്ല. അറിയാതെ ചെയ്തു പോയി സാർ. എന്നെ വിട്ടേക്ക് സാർ, ഞാൻ പോയേക്കാം. എന്നോട് ക്ഷമിച്ചേക്ക് സാർ. തെറ്റൊക്കെ എൻ്റെതാണ്. വായുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഞാനാ കമ്പൽ ചെയ്ത് ഇങ്ങോട്ട് വന്നത്. ദയവേത് എന്നോട് ക്ഷമിച്ചേക്കു സാർ. ഇനി നിങ്ങളുടെ രണ്ടുപേരും അടക്കി ഞാൻ ഒരിക്കലും വരില്ല സാർ. പുറത്തേക്ക് പോടാ. ഇനി എന്റെ മുല്ലങ്ങനെ വന്ന് കൊന്നു കളയും ഞാൻ. എന്ത് പണിതേ? നിന്നെ ഞാൻ എന്തുമാത്രം വിശ്വസിച്ചിരുന്നറിയോ? നീ എന്നെ ചതിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. നീ ഒരു നല്ല പെണ്ണായിരുന്നാണ് ഞാൻ വിചാരിച്ചിരുന്നേ. ശരിക്കും നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞില്ലോടി. ഏട്ടാ, എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. ദയവേത് എന്നോട് ക്ഷമിച്ച് എന്നെ സ്വീകരിക്കണം ഏട്ടാ. എഴുന്നേക്ക്. തെറ്റ് സംഭവിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യം. പക്ഷേ വീണ്ടും അത് ആവർത്തിക്കാതെ നോക്കിയോ. മനസ്സിലായോ? സോറി ഏട്ടാ.